ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2-ാം സ്കന്ധം 7-ാമത്തെ അധ്യായം, ഭഗവാന്റെ അവതാരങ്ങളുടെ വർണ്ണനം. ഇതിൽ 19 ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. ഇനി 20-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ചക്രം ജദിക്ഷവിഹതം ദശസുസ്സതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുതമം വ്യദദാസ്വകീർത്തിം സത്യേ ത്രിപൃഷ്ടഹുശതിം പ്രദയം ചരിത്രേ. മനുവിൻ്റെ പരമ്പരയെ നിലനിർത്താനായി മനുരൂപത്തെ ധരിച്ച ഭഗവാൻ 10 ദിക്കിലും വ്യാപിച്ച തൻ്റെ ശക്തിയാകുന്ന ചക്രത്തെ എല്ലാ മന്വന്തരങ്ങളിലും ഭരിക്കുന്നു. തൻ്റെ ചരിത്രങ്ങൾ കൊണ്ട് 3 ലോകങ്ങളിലും അതിലുപരി സത്യലോകത്തിലും തൻ്റെ കീർത്തിയെ വ്യാപിപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ശിക്ഷിക്കുന്നു. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർ നാമ്നാന്ത്രണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേ ജപാകം അമൃതായുരവാവരുന്ധ ആയുശ്ച വേദ മനുശാസ്ത്യവതീര്യലോകേ. ഭഗവാൻ ഈ ലോകത്തിൽ താൻ തന്നെ കീർത്തിസ്വരൂപനായി ധന്വന്തരി എന്ന പേരോടുകൂടി അവതരിച്ച് ജനങ്ങളുടെ അനേകം രോഗങ്ങളെ സ്വനാമോച്ചാരണമാകുന്ന ദിവ്യൌഷധം കൊണ്ട് തന്നെ നശിപ്പിക്കുന്നു. എന്നിട്ട് നാശരഹിതമായ ആയുസ്സിനെ അവർക്ക് നൽകുന്നു. ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. ക്ഷത്രം ക്ഷയായ വിധിനോപവൃതം മഹാത്മാ ബ്രഹ്മദ്രു ഗുഞ്ചിതപദം നരകാർത്തിലിപ്സു ഉദ്ധന്ത്യസാവനികണ്ഡക ഉഗ്രവീര്യ സ്ത്രീസപ്തകൃത്വ ഹുരുധാര പരശ്വതേന. ലോകത്തിൻ്റെ നാശത്തിനായി ഈശ്വരനാൽ വർദ്ധിപ്പിക്കപ്പെട്ടതും സന്മാർഗവിരോധികളായി നരകദുഃഖത്തെ അനുഭവിപ്പിക്കാൻ എന്ന് തോന്നുമാറ് ലോകത്തെ ദുഃഖിപ്പിക്കുന്നവരുമായ ക്ഷത്രിയവർഗത്തെ ഉഗ്രമായ പരാക്രമത്തോടുകൂടി ഈ ഭഗവാൻ പരശുരാമനായിട്ട് അവതരിച്ച് 21 തവണ മൂർച്ചയുള്ള കുടാരം പറയുമ്പോൾ മഴു എന്ന ആയുധത്താൽ ഉന്മൂലനാശം വരുത്തി. അസ്മത് പ്രസാദ സുമുഖ കലയാ കലേശ ഇക്ഷ്വാകുവംശ ഹവധീര്യ ഗുരോർനിദേശേ തിഷ്ടൻ വനം സദയിതാനുജാ വിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർശത്. ഭൂഭാരം തീർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീഹരി തൻ്റെ അംശഭൂതന്മാരായ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരോടുകൂടി ഇക്ഷ്വാകു വംശത്തിൽ അവതരിച്ചു. ഗുരുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് ഭാര്യ സീതയോടും സഹോദരൻ ലക്ഷ്മണനോടും കൂടി വനത്തിൽ പ്രവേശിച്ചു. ആ ഭഗവാനോട് വിരോധത്തെ പ്രകാശിപ്പിച്ച രാവണനെ നശിപ്പിച്ചു. യസ്മാ അദാദുദതിരൂഢമയാംഗവേവോ മാർഗം സബദ്ധ്യരിപുരം ഹരബദ്ധിദക്ഷോ ദൂരെ സുഹന്മതിദരോഷ സുശോണദൃഷ്ട്യ താതപ്യമാന മകരൂരകനക്രചക്ര. പരമശിവൻ എന്ന പോലെ ശത്രുവിൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ഇച്ഛിക്കുന്ന ശ്രീരാമൻ ദൂരത്തിരിക്കുന്ന സീതയെക്കുറിച്ചുള്ള വിചാരത്താലുണ്ടായ കോപം കൊണ്ട് തുടുത്ത കണ്ണുകളോട് നോക്കിയപ്പോൾ സമുദ്രത്തിനുള്ളിലെ മകരമത്സ്യങ്ങളും സർപ്പങ്ങളും മുതലകളും ഭയന്നു വിറച്ചു. തവിച്ചത് കണ്ട് സമുദ്രദേവനായ വരുണനും ഭയന്നു. ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വഴി കൊടുത്തു. വക്ഷസ്ഥലസ്പർശരുൾ ഗണമഹേന്ദ്രവാഹ ദന്തേ വിടംബിതക കുബ്ജുഷഊഢഹാസം സദ്യോസുഭിസ്സഹ വിനേഷ്യതി ധാരഹർത്തോർ വിസ്ഫോർജിതേ ധനുഷ ഉച്ചരതോദിസൈന്യേ. യുദ്ധത്തിൽ ഇന്ദ്രവാഹനമായ ഐരാവതത്തിൻ്റെ കൊമ്പുകൾ രാവണന്റെ മാറിൽ തട്ടി മുറിഞ്ഞ് അവിടെവിടെ കിടക്കുന്ന ഗണ്ഡങ്ങൾ കൊണ്ട് വെളുത്ത ദിക്കുകളെ പരിപാലിക്കുന്ന ഭഗവാൻ തൻ്റെ ഭാര്യയെ അപഹരിച്ചവനും തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെയും മധ്യത്തിൽ സഞ്ചരിക്കുന്നവനുമായ ലങ്കാധിപതിയുടെ വർദ്ധിച്ച ഗർവത്തെ അവൻ്റെ പ്രാണങ്ങളോടുകൂടി വില്ലിൻ്റെ ഡങ്കാര ശബ്ദങ്ങളാൽ ഉടനെ നശിപ്പിക്കും. ഭൂമേസുരേതരവരൂത വിമർദിതായ ക്ലേശവ്യയായ കലയാസിത കൃഷ്ണകേശ ജാതകരിഷ്യതി ജനാനുപലക്ഷ്യമാർഗ കർമാണി ജാത്മമഹിമോപ നിബന്ധനാനി. അസുരസൈന്യങ്ങളാൽ ദുഃഖിപ്പിക്കപ്പെട്ട ഭൂമിയുടെ ക്ലേശത്തെ തീർക്കാനായിട്ട് വെളുത്തും കറുത്തുമിരിക്കുന്ന തലമുടിയോടുകൂടിയും ജനങ്ങളാൽ അറിയപ്പെടാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനുമായ ഭഗവാൻ ബലരാമനോടുകൂടി കൃഷ്ണനായി അവതരിച്ചിട്ട് തൻ്റെ മഹാത്മ്യം വെളിപ്പെടുത്തുന്ന കർമ്മങ്ങളെ ചെയ്യും. തോകേന ജീവഹരണം യദുലൂകികായ സ്ത്രൈമാസികസ്യ ജപദ ശകടോപവൃത്ത
യദ്ഗതാന്തരഗതേന ദിവിസ്പൃശോർവാ ഉന്മൂലനം തിതരദാർജുനയോർനഭാവ്യം. ശ്രീകൃഷ്ണൻ ശ്രീഹരിയുടെ അവതാരമല്ലായിരുന്നുവെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂതനാവധവും 3 മാസം പ്രായമുള്ളപ്പോൾ ശകടാസുര നിഗ്രഹവും ഉരൽ വലിച്ചുകൊണ്ട് മുട്ടുകളിൽ ഇഴഞ്ഞു നടന്നപ്പോൾ ആകാശം മുട്ടത്തക്ക വിധം ഉയർന്നു നിന്ന മരുതുവൃക്ഷങ്ങളെ കടപുഴക്കി വീഴ്ത്തിയതും സംഭവിക്കാൻ ഇടയില്ലല്ലോ. യദ്വൈ വ്രജേ വ്രജപശൂൻ വിഷതോയവീതാൻ പാലം സ്വജീവ യദനുഗ്രഹ ദൃഷ്ട്യവൃഷ്ട്യാ തച്ചുദ്ദയേതി വിഷവീര്യവിലോലജുഹ്വം ഉച്ചാടയിഷ്യദുരകം വിഹരൻ ഹൃദിന്യാം. വ്രജത്തിൽ വസിക്കുമ്പോൾ വിഷജലം പാനം ചെയ്ത ഗോകുലത്തിലുള്ള പശുക്കളെയും പശുപാലകന്മാരായ ഗോപന്മാരെയും അനുഗ്രഹരൂപമായ ദൃഷ്ടിവർഷം കൊണ്ട് അതിജീവിപ്പിച്ചു എന്നതും യമുനാ നദിയിലെ ജലം ശുദ്ധമാക്കാൻ വേണ്ടി അതിൻ്റെ ഹൃദയത്തിൽ വിഷം വമിപ്പിച്ച് കീടിച്ചു കൊണ്ടിരുന്ന കാളിയൻ എന്ന സർപ്പത്തെ ലീലയാടി അവിടെ നിന്ന് ഓടിക്കുക എന്നതും സംഭവിക്കുമായിരുന്നില്ലല്ലോ. അവതാരമായതുകൊണ്ടാണ് അത് സാധിച്ചത് എന്ന് സാരം. തൽക്കർമ്മ ദിവ്യമിവയന്നിശി നിശ്ചയാനം ദാവാഗ്നിനാശു ജീവനെ പരിദഹ്യമാനേ ഉന്മേഷതി വ്രജമതോവസിതാന്തകാലം നേത്രേ പിതായ സബലോനധിഗമ്യ വീര്യ. അന്ന് രാത്രിയിൽ തന്നെ മുഞ്ചാടവിയിൽ എല്ലാവരും ഗാഠനിദ്രയിൽ അമർന്നിരുന്നപ്പോൾ ഗ്രീഷ്മകാലത്തിൽ ഉണങ്ങിയ കാട്ടിൽ 4 ഭാഗത്തും തീ പടർന്നു പിടിച്ചു. അപ്പോൾ ഉണർന്ന ഗോപന്മാർ അത് തങ്ങളുടെ അവസാന കാലമാണെന്ന് കരുതി പരിഭ്രമിച്ചപ്പോൾ അറിയപ്പെടാൻ കഴിയാത്ത പരാക്രമത്തോടുകൂടിയ ബലരാമസഹിതനായ കൃഷ്ണൻ ഗോപന്മാരോട് കണ്ണടയ്ക്കാൻ പറയുകയും ഉടനെ അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഇത് അലൗകികമായ പ്രവൃത്തി തന്നെ. ഗ്രഹണീത യദുപബന്ധമമുഷ്യമാത ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാദി യജുംബദോസ്യ വദനേ ഭുവനാനി ഗോപി സംഭീഷ ശങ്കിതമനാ പ്രതിബോധിതാസീത്. ഇനിയൊരിക്കൽ ഈ ശ്രീകൃഷ്ണന്റെ മാതാവായ യശോദ ഭഗവാനെ കെട്ടിയിടുവാൻ ഏതേത് കയറിനെ എടുത്തുവോ അതൊക്കെ തികയാതെ വന്നു. ഈ കൃഷ്ണൻ കൂട്ടുവായിട്ടപ്പോൾ ആ യശോദ കൃഷ്ണന്റെ വായ്ക്കുള്ളിൽ ലോകങ്ങളെ കണ്ടിട്ട് ശങ്കിച്ച് മനസ്സോട് കൂടിയവളായി എങ്കിലും ഒടുവിൽ കൃഷ്ണമാഹാത്മ്യം അറിഞ്ഞവളായി തീരുകയും ചെയ്തു. നന്ദം ജമോക്ഷ്യതി ഭയാവരുണസ്യ പാശാത് ഗോപാൻ ബിലേഷു പിഹിതാൻ മയസൂനുനാജ അന്യാവൃതം നിശി ശയാനമതിശ്രമേണ ലോകം വിഗുണ്ഡമുപനീഷ്യതി ഗോകുലം സ്മ. ഈ കൃഷ്ണൻ നന്ദഗോപരെ വരുണപാശരൂപമായ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും. മയൻ എന്ന അസുരന്റെ പുത്രനായ വ്യോമാസുരനാൽ അടയ്ക്കപ്പെട്ട ഗുഹകളിൽ നിന്ന് മോചിപ്പിക്കും. പകൽ കഠിനമായ പ്രവൃത്തി ചെയ്യുന്നവരും രാത്രി ക്ഷീണിച്ചുറങ്ങുന്നവരുമായ ഗോകുലവാസികളെ വൈകുണ്ഠത്തിൽ പ്രവേശിപ്പിക്കും. ആശ്ചര്യം തന്നെ. ഗോപേർമകേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേ വിവർഷതി പശൂൻ കൃപയാരിരക്ഷു. ദർത്തോചിലീന്ദ്രമിവ സപ്തദിനാനി സപ്ത വർഷോ മഹീന്ദ്രമനഗൈകരേ സലീലം. ഗോപന്മാർ ഇന്ദ്രനു വേണ്ടി ചെയ്തിരുന്ന യാഗം നൃത്തം ചെയ്തപ്പോൾ ദേവേന്ദ്രൻ കോപിച്ച് ഗോകുലത്തെ നശിപ്പിക്കാൻ കഠിനമായി മഴ പെയ്യിക്കും. ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടി രക്ഷിക്കാൻ ആഗ്രഹിച്ച 7 വയസ്സുള്ള ഈ കണ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഊണിനെ എന്നതുപോലെ കളിയായി എടുത്ത് കുടപിടിക്കും. ക്രീഡൻവനേ നിശി നിശാകര രശ്മി ഗൗര്യാം രാസോന്മുഖ കളപദായതമൂർച്ഛിതേന ഉദ്ദീപിത സ്മരരുജാം വ്രജ വൃത്മദൂനാം ഹർത്തോർഹരിഷ്യതി ശിരോദനദാനുഗസ്യ. കൃഷ്ണൻ ചന്ദ്രകിരണങ്ങളാൽ ധവള നിറമുള്ള രാത്രിയിൽ രാസക്രീഡാ മഹോത്സവം നടത്താനായി വനത്തിൽ പ്രവേശിക്കും. മനോഹരമായ പദങ്ങളുള്ളതും ദീർഘവും ആലോചനാമൃതവുമായ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ട് ഉജ്ജ്വലിച്ച മന്മഥ വികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേരസേവകനായ ശംഖചൂടന്റെ ശിരസിനെ ഛേദിക്കും. യജപ്രളംബകരധർദുരകേശരിഷ്ട മല്ലേപകംസ യവനാകുജ പൗണ്ഡ്രഗാദ്യ അന്യേജസാലകവി വല്വലദന്തവക്ത്ര സപ്തോഷശംബര വിദൂരധരുഗ്നിമുഖ്യ. അതുപോലെ പ്രളംബാസുരൻ, കൈതയുടെ രൂപത്തിലെത്തിയ ധേനുകാസുരൻ, കൊക്കിൻ്റെ ആകൃതിയിലുള്ള ബകാസുരൻ, കുതിരയുടെ രൂപത്തിലുള്ള കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാർ, കുവലയാപീഠം എന്ന ആന, കംസൻ, യവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, വല്വലൻ, ദന്തവക്ത്രൻ,
കാളിയുടെ രൂപത്തിലെത്തിയ 7 അസുരന്മാർ ശമ്പരൻ, വിദൂരഥൻ, രുക്മി മുതലായവർ കൃഷ്ണനാൽ വധിക്കപ്പെടും. ഏവാമൃതേ സമിതിശാലിന ആപ്തചാപ കാംബോജ മത്സ്യ കുരുകൈകയസുഞ്ജയാദ്യ യാസ്യന്ത്യദർശനമലംബലവാർത്ത ഭീമ വ്യാജാഹ്വയേന ഹരിണാ നിലയം തദീയം. യുദ്ധവീരന്മാരായ കാംബോജന്മാർ, മത്സ്യദേശത്തുകാർ, കുരുദേശത്തുകാർ, കേകയന്മാർ, ശൃഞ്ജയദേശക്കാർ തുടങ്ങിയവരെ എല്ലാം ബലരാമൻ, ഭീമസേനൻ, അർജുനൻ എന്നീ കപടനാമത്തോടുകൂടിയ ഹരിനിമിത്തം വധിക്കപ്പെട്ടു. ഇവരെല്ലാം അതിനാൽ ആർക്കും കാണപ്പെടാൻ കഴിയാത്ത ശ്രീഹരിയുടെ ലോകമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ബലരാമനും അർജുനനും ഭീമനും ശ്രീഹരിയുടെ തന്നെ അംശങ്ങൾ തന്നെ എന്ന് സൂചന. കാലേന മീലിത ധിയാമവമൃശ്യ നൃണാം സ്തോകായുഷാം സ്വനിഗമോപദൂരപാര ആവിർഹിതസ്ത്വനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിടപശു വിഭജിഷ്യതി സ്മ. ഓരോരോ യുഗത്തിലും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരനായ തൻ്റെ വേദത്തെ അറിയാൻ കഴിയാത്തതായി തീരുമെന്ന് വിചാരിച്ച് ആ ഭഗവാൻ സത്യവതിയിൽ വ്യാസനായി അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭജിക്കും. ദേവദിശാം നിഗമമത്മനി നിഷ്ഠിതാനാം പൂർവർമയേന വിഹിതാഭിരദൃശ്യദുർഭി ലോകാൻകനതാം മതിവിമോഹമതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷ്യത ഔപധർമ്മ്യം. ദേവന്മാരുടെ ശത്രുക്കളും എന്നാൽ വേദങ്ങളിലെ കർമ്മങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും മയനാൽ നിർമ്മിക്കപ്പെട്ട ദേവന്മാർക്കു കൂടി ദൃശ്യമല്ലാത്ത വേഗതയോടുകൂടിയതുമായ 3 പുരങ്ങളാൽ ലോകങ്ങളെ സംഹരിക്കുന്ന അസുരന്മാരുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതും വഞ്ചിക്കുന്നതുമായ വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ വേദവിരുദ്ധമായ പാഖണ്ഡമതത്തെ പ്രചരിപ്പിക്കും. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.